സർ തന്ത്രി പറയാണ്, കരഞ്ഞു മെഴുകാണ്, അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, ആകെ ചെയ്തത് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് ദൈവഹിതം ഒന്ന് നോക്കി, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, സമസ്താപരാധം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവഹിതം നോക്കിയപ്പോൾ ദൈവഹിതത്തിൽ പറഞ്ഞത് അതിൽ സ്വർണം പൂശണം. കാരണം ചെമ്പാണല്ലോ, സ്വർണ്ണമാണെന്ന് അറിയാതിരിക്കാൻ, ചെമ്പാണെന്ന് അറിയാതിരിക്കാനായിട്ട് സ്വർണം പൂശണം എന്ന് പറയുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമ്മൾ കേട്ടത്, ഇപ്പോൾ പരിശോധനാ ഫലം അതിൻ്റെ വരാനുണ്ട് ഔദ്യോഗികമായിട്ട്. പക്ഷേ ഇപ്പോൾ അവിടെയുള്ള ഈ ദ്വാരപാലക ശില്പം എന്ന് പറയുന്നുണ്ട്, ആ പാളിയുണ്ടല്ലോ, അത് ഒറിജിനൽ അല്ല. ഒറിജിനൽ കടൽ കടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമാണ് ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയാൻ പറ്റൂ. അതിന് മുമ്പ് കിട്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഫലങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഉള്ളത് ഈ പറഞ്ഞ കാര്യമല്ല. അതായത് യഥാർത്ഥ സ്വർണം ക്ലാഡ് ചെയ്തിട്ടുള്ള ദ്വാരപാലക ശില്പമല്ല, ആ പാളികളല്ല അവിടെ ഉള്ളത്. മറിച്ച് ഇത് മോൾഡ് ചെയ്തിട്ട് അതുമേലെ സ്വർണം പൂശി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഈ പറയുന്നതൊക്കെ ശരിയാണ്. ഈ സംഭവം പോയ വഴി ജയറാമിൻ്റെ വീട് വഴിയാണ്. അതിൻ്റെ ഇടയിൽ ഗോവിന്ദൻ പോയിട്ടുണ്ട്, ഗോവിന്ദനല്ല ക്ഷമിക്കണം, പത്മകുമാറും പോറ്റിയുമൊക്കെ അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ദൈവഹിതം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ദൈവഹിതത്തിൽ പറയുന്നുണ്ട്, ഈ കട്ട് മോഷ്ടിച്ച് അന്താരാഷ്ട്ര മാഫിയയ്ക്ക് വിറ്റിട്ടുള്ള ഈ ഒരു സാധനം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വർണം പൂശണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് തന്ത്രിയും പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അഴുത്തുകുളുത്ത് സംഭവമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയ മാനം എന്ന് പറയുന്നത് മാറുന്നുണ്ട്. എന്ത് ചെയ്യും ഇനി CPM? ഇല്ല, CPM-നെ എവിടെ, ഇതൊരു കൊള്ളയാണ്. അതിനകത്ത് CPM-കാർ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അകത്തു. നമ്മൾ CPM-നെ പിടിക്കണ്ട. ഇതിനകത്തെന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികളാണ് നമ്മൾ ഇതിനകത്ത്. ഈ വളരെ നമ്മൾ പറയത്തില്ലേ, വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വൈറ്റ് കോളർഷിപ്പിലൊക്കെ നിൽക്കുന്നത്. ഒന്ന് തന്ത്രി, അതിനകത്ത് ഇനി മേൽശാന്തി ഉണ്ട്, അയാളവിടെ നിൽക്കട്ടെ. മേൽശാന്തി ഇതൊരു തന്ത്രി, രണ്ട് ജയറാം. തന്ത്രി പറയുന്നു ദൈവഹിതം നോക്കിയതാ. മേൽശാന്തി പറയുന്നു പാളി വീട്ടിൽ കൊണ്ടുവന്നപ്പം ഞാൻ സാഷ്ടാംഗം തൊഴുതതാ. ഇതിനകത്ത് രണ്ടിനകത്തും വലിയൊരു പ്രശ്നമുണ്ട്. ദൈവഹിതം നോക്കി, ശരി, ഞാൻ സമ്മതിച്ചു, ഇദ്ദേഹം ദൈവഹിതം നോക്കുന്ന ആളാ, ശാസ്താവിൻ്റെ തന്തയാ, ഇതെല്ലാം ഞങ്ങൾ സമ്മതിച്ചാണല്ലോ പുള്ളിയെ ദയിപ്പിച്ചേക്കുന്നത്. ദൈവഹിതം നോക്കുന്ന ആൾക്ക് അതിനകത്ത് സ്വർണം പൂശാൻ ദൈവം ഹിതമുണ്ടോ? പിന്നെ ഭഗവാൻ സ്വർണം പൂശുന്ന വലിയ ഇഷ്ടമില്ല, കാരണം സ്വർണത്തോട് വലിയ ആർത്തിയാണല്ലോ. പൂശാൻ ഉണ്ട്, ഭഗവാൻ പറഞ്ഞ് പൂശിക്കോളാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ ദൈവഹിതം നോക്കുമ്പോൾ ഇദ്ദേഹം തന്നെ നേരത്തെ പലവട്ടം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ശബരിമലയിലെ സാധനങ്ങളൊന്നും അതിനപ്പുറം, അവിടെ നിന്നപ്പുറം വെളിയിലോട്ട് പോകരുത്. അപ്പം ആ ഹിതം പുള്ളി നോക്കിയായിരുന്നു. അല്ല അതോ ഇപ്പം ഈ സമയത്ത് അങ്ങ് മാറിയോ? അതോ ദൈവഹിതമാണോ ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോയിട്ട് കയ്യിൽ തന്നെ കൊടുത്തു വിടണമെന്ന് ദൈവഹിതം ഉണ്ടായിരുന്നു, അത് പുള്ളി നോക്കിയിട്ട് പറഞ്ഞായിരുന്നു. ഇന്നെ ബാംഗ്ലൂരിലെ ലാബിൽ കൊണ്ടുപോകണമെന്ന് ദൈവഹിതം നോക്കി പറഞ്ഞായിരുന്നു. 37 ദിവസം വെളിയിൽ പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന ഈ പാളി ദ്വാരപാലക ശില്പവും ഈ വാതിൽപ്പടി 37 ദിവസം വെളിയിൽ കിടന്ന് കറങ്ങി തന്ത്രി ജയറാമിൻ്റെ ഉൾപ്പെടെ പലയിടത്തും കിടന്ന് പൂജ നടത്തിയതൊക്കെ ദൈവഹിതം നോക്കിയാണോ? അതൊക്കെ അതിനകത്തൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഈ ഏത് കാര്യത്തിനും ദൈവഹിതം നോക്കുന്ന ആൾ, അല്ലെങ്കിൽ അപ്പം അതിനകത്ത് ഒരു ദൈവഹിതമല്ലാതെ പുള്ളിയുടെ ഒരു താല്പര്യമൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കുറ്റം പറയാൻ നോക്കത്തില്ലല്ലോ. അല്ല, കുറ്റം പറയാൻ നോക്കത്തില്ല. രണ്ടാമത് ഞാനൊരു കാര്യം ചോദിച്ചു, എല്ലാം ശരി, ദൈവഹിതം നോക്കി സ്വാമിയെ ശരണയ്യപ്പ കഴിഞ്ഞാൽ പുള്ളി കാര്യം പറയത്തുള്ളൂ, അവസാനം സ്വാമിയെ ശരണയ്യപ്പ ഉണ്ട്, മനസ്സിലായില്ലേ? എല്ലാ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ കാര്യം ഞാൻ എൻ്റെ ഒരു അറിവിന് വേണ്ടി ചോദിക്കുക, ഇതെല്ലാം ദൈവഹിതം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 2019 മൂരിബാബു, അവൻ കൊള്ളക്കാരനാണ്, ശരി, പലവട്ടം അവൻ കൊള്ള നടത്തുന്നതിന് പല അമ്പലങ്ങളിൽ ഇവനെ ഉപയോഗിച്ചിട്ടുണ്ട്, അവൻ്റെ പേര് പ്രശ്നം വന്നിട്ടുണ്ട്, അവന് കൊള്ള നടത്തുന്നതിൻ്റെ കൂടെ രാഷ്ട്രീയക്കാരുണ്ടായത്, അവൻ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്ന ഒരു കാര്യം. 2019 മാസറിദാനവും വരുന്നു, വീണ്ടും 2025 മാസറിദാനവും വരുന്നു. അതായത് ഈ കള്ളമാസർ എഴുതുന്നതിന് പ്രഗത്ഭനായതുകൊണ്ട് അയാളെ അതിന് ആവശ്യമുള്ളവർ അവിടെയൊക്കെ സ്ഥാപിക്കും. 2019 ഈ മാസർ തയ്യാറാക്കിയല്ലോ, 98 ഒന്നാന്തരം 24 ക്യാരറ്റ് സ്വർണ്ണം ഇട്ട് അല്ലെങ്കിൽ സ്വർണം വെച്ച് പൂശിയിരിക്കുന്ന സാധനം ഇതെല്ലാം എന്നുള്ള കാര്യം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടല്ലോ പലതും. അതൊന്നും സ്വർണ്ണമൊന്നും അങ്ങനെ വൃത്തിയായിട്ടിട്ട് ചെയ്തിട്ടുണ്ട് അത് മങ്ങിപ്പോവും. എനിക്കറിയത്തില്ല, നിങ്ങളുടെ കഴുതലൊക്കെ കിടപ്പുണ്ടല്ലോ സ്വർണ്ണം, അങ്ങനെയാണല്ലോ സ്വർണ്ണം ഉരച്ച് നോക്കുന്നത്, ഒരിക്കലും മങ്ങിപ്പോകത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ എണ്ണയൊക്കെ കഴിഞ്ഞ്, എൻ്റെ ഒരു സംശയമായിട്ടത്, കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ചെറുങ്ങനെ ഒരു മങ്ങൽ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, സ്വാഭാവികമായത് പോളിഷ് ചെയ്യും. അത് അവിടെ വെച്ച് തന്നെ ചെയ്യാം, അത് അവിടെ തന്നെ ചെയ്യാം. അപ്പൊ ഇത് അഴിച്ചുകൊണ്ട് പോയിട്ട് മാത്രമല്ല, ദൈവഹിതം അനുസരിച്ച് സ്വർണം പൂശണം എന്നാ പറഞ്ഞത്. സാർ ഞാൻ ചോദിക്കുന്നത്, ഈ സ്വർണം ക്ലാഡ് ചെയ്തിട്ടുള്ള ഒരു സാധനത്തിലേക്ക് സ്വർണം പൂശുന്നത്? ഞാനതാ പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചിട്ട്, ഇത് ഇവിടുന്ന് 98
ഈ പറയുന്ന തന്ത്രിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അവിടെയും ദൈവഹിതം നോക്കണമായിരുന്നു. സ്വർണം പൂശാൻ മല്ലിയോ അയാളുടെ പേരെന്തോ അന്നത്തെ വ്യവസായി ഇപ്പം ലണ്ടനിൽ കിടക്കുന്നത് വിജയ് മല്യ വന്നപ്പോഴും ദൈവഹിതമൊക്കെ നോക്കുകയാണല്ലോ. സ്വർണം പൂശ വിവരം അറിയാമല്ലോ, 40 കിലോ സ്വർണ്ണം അവിടെ പൂശ വിവരം അദ്ദേഹത്തിന് അറിയാമല്ലോ. 24 ക്യാരറ്റ് ആണെന്ന് അറിയാമല്ലോ, അതിനകത്ത് മങ്ങലില്ലെന്നറിയാമല്ലോ, എത്ര സ്വർണം കാണുമെന്ന് പോലും പുള്ളിക്ക് അറിയാൻ പറ്റും. അപ്പം അത് ചെമ്പാണെന്ന് എഴുതിയല്ലോ മാസ്റ്ററിനകത്ത്, മൂരിബാബു ചെമ്പാണെന്ന് എഴുതിയതിനകത്ത് ഈ ചെമ്പല്ലെന്നറിയാവുന്ന തന്ത്രിയും മേൽശാന്തിയും അതല്ല സ്വർണ്ണമാണെന്നറിയാം, ചെമ്പ് ആണെന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയതിനതിൻ്റെ കീഴിലെന്തിനാ ഒപ്പിട്ടെ? അങ്ങനെ എഴുതണമെങ്കിൽ അതിനകത്തൊരു ഗൂഢാലോചന കാണുമെന്നറിയാമല്ലോ. അത് ഈ ഗൂഢാലോചനക്കാരെല്ലാം കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണെന്ന് ഏത് മനുഷ്യനും അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നിഷ്കളങ്കനായ ദൈവഹിതം അപ്പം അയ്യപ്പൻ പറഞ്ഞോ, ആ ദൈവഹിതം ഉണ്ടാ മൂരിബാബുവിൻ്റെ മാസ്റ്ററിൻ്റെ കീഴിലൊന്ന് ഒപ്പിട്ടേക്കാം അല്ലേ, ഈ പറഞ്ഞ അല്ല സ്വപ്നം അങ്ങനെ നടത്തി. അപ്പോൾ അതിനകത്ത് എന്തിനാ ഞാൻ ഒറ്റ ചോദ്യം, ഈ ചോദ്യത്തിന് മാത്രം അദ്ദേഹം മറുപടി പറഞ്ഞ ഇന്നലെ SIT വിളിപ്പിച്ചിട്ടുണ്ടേ, ചോദ്യം ചെയ്തിട്ടുണ്ടേ, കാര്യങ്ങൾ SIT ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇത് അതുപോലെ ജയറാം എന്ന് പറയുന്ന മഹാഭക്തൻ, ഈ മഹാഭക്തൻ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചുമ്മിക്കൊണ്ട് പോകുന്ന കണ്ടപ്പോൾ എന്തോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ശബരിമലയിലെ വാതിൽപ്പാടിയും ദ്വാരപാല ശില്പുവാ. ആഹാ, എന്നാൽ എൻ്റെ വീട്ടിലോട്ട് വെച്ചൊന്ന് പൂജിക്കുമോ? അവിടോട്ട് കൊണ്ടുവച്ചു, പൂജിച്ചു, ഞാനൊരു 150 രൂപ കൊടുത്തു. അവിടാണ് പുള്ളിക്ക് പാളി പറ്റിയത്. ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ SIT സംഘം കാണിയും പിടിച്ചത്. ജയറാമിൻ്റെ വീട്ടിലൊരു പൂജയ്ക്ക് പോയാൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനം വളരെ റിസ്ക് എടുത്ത് പലയിടത്തുനിന്ന് ഇത് കാണിച്ച് കാശ് മേടിച്ചു, ഞാൻ സ്വർണം പൂശാൻ സ്പോൺസറെ വേണമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചു, ഈ അയ്യപ്പനെ വെച്ച് കാശ് മേടിക്കാവുന്ന മൊത്തം മേടിച്ച് ഇത് പൂജിക്കാവുന്നിടത്തൊക്കെ ഇപ്പം ഈ പൂജിച്ചിട്ടുണ്ട്. അവിടെ 150 രൂപയ്ക്ക് ദക്ഷിണയ്ക്ക് അവിടെ വെച്ച് പൂജിക്കുമോ? രണ്ടാമത് ഇയാളുടെ സ്റ്റാറ്റ് അനുസരിച്ച് അയാൾ 150 രൂപ കൊടുക്കത്തുള്ളൂ. അതെ, ഞാനതാ ചോദിക്കാൻ വന്നത്. സാധാരണക്കാരന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു കാര്യം വരികയാണെന്ന് ചോദിക്കാം, നമുക്ക് സ്വാഭാവികമായി ഇതെങ്ങനെ വന്നു എന്നുള്ളൊരു ചിന്തയുണ്ടാവും, സംശയം ഉണ്ടാവും. ജയറാമിന് ആ സംശയമേ ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു സാധാരണക്കാരന് ഇത്തരത്തിൽ വലിയൊരു കാര്യം കൊണ്ടുവരികയാണെന്ന് പറയാൻ അവനെ എങ്ങനെയെങ്കിലും നുള്ളിപ്പുറക്കി ഒരു 500 രൂപ കൊടുക്കും. അല്ല സാധാരണക്കാരൻ ഇത് കാണാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇവർ രണ്ടും പറയുന്നത് അങ്ങ് വിശ്വസിച്ച് പോകുന്ന ഒരു SIT സംഘവും അല്ലെങ്കിൽ അതങ്ങ് വിശ്വസിച്ച് അവരെ അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെടുത്തുള്ളൂ. കാരണം ജയറാം ഈ പറഞ്ഞതുപോലെ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, കടൽ കടന്നോ സാധനം? അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. അത് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് വളരെ സ്പീഡിൽ തിരിച്ചു മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്ക് ഇതിനകത്ത് ഈ ബന്ധപ്പെട്ടേക്കുന്നവർ അതിനകത്ത് പത്മകുമാർ ആയാലും വാസു ആയാലും അതിനപ്പുറം ഇപ്പം SIT സംഘം ചോദ്യം ചെയ്ത് വിചാരിക്കുന്ന മന്ത്രി ആയാലും ഈ പറയുന്ന ജയറാമായാലും തന്ത്രി ആയാലും ഇടപെടണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞിട്ട് 5 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റാൻ പറ്റിയാലും 5 കോടി രൂപ വരത്തുള്ളൂ. ഒരു തന്ത്രിയുടെ ഒരു കൊല്ലത്തെ ശബരിമല വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. എത്ര കോടി വരുന്നത്? അപ്പം നിന്ന് കൊടുക്കണമെങ്കിൽ ആയിരക്കണക്കിന് കോടിയുടെ തട്ടിപ്പ് ഇതിനകത്തുണ്ടാവണം. അതിനിത് കടൽ കടക്കണമെങ്കിൽ അതുപോലെ ബന്ധമുള്ളവരുണ്ടാവണം. കടൽ കടക്കണമെങ്കിൽ ബന്ധമുള്ളവരുണ്ടാവണം. കടൽ കടത്താൻ അത്തരത്തിൽ സ്വാധീനമുണ്ടാവണം. ആ കൊള്ളയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ജയറാമും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ജയറാം വരേണ്ടത്, ഈ പറയുന്ന മന്ത്രി വരേണ്ടത്, തന്ത്രി വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കടൽ കടത്താൻ ജയറാം അതിന് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് ഈ പൂജ എന്ന് പറയുന്ന ഒരു ഉടായിപ്പാണെന്ന് പറയുന്ന ഒരു വർത്തമാനം വരുന്നുണ്ട്. അതായത് ഇത് മേടിക്കാൻ വരുന്നവന് ഇത് വളരെ വൃത്തിയായിട്ട് ആർക്കും സംശയമില്ലാതെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പൂജ സെറ്റപ്പ് ഈ പറയുന്ന ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പോലും വർത്തമാനം വരുന്നുണ്ട്. കാരണം ഇതിന്റെ മേടിക്കാൻ വരുന്നവൻ, കടൽ കടത്താൻ വരുന്നവൻ അല്ലെ വിദേശത്ത് കൊണ്ടുവന്ന സാധനം കാണണ്ടേ? അതൊരു മതിപ്പുവിലയാണല്ലോ, ഇതിന്റെ സാധനം കാണണ്ടേ? സാധനം കാണാൻ ഇത് ഹോട്ടലിൽ വെച്ച് പറ്റത്തില്ല, മറ്റു പലയിടത്തും വെച്ച് പറ്റത്തില്ല. അപ്പം ജയറാമിന്റെ വീട്ടിലെന്തോ ജയറാമിന്റെ വീട്ടിൽ വലിയൊരു പൂജ നടക്കുക. അപ്പോൾ പൂജ കാണാൻ വലിയ വലിയ കക്ഷികൾ വരും. അപ്പോൾ ഇതിനകത്ത് ജയറാമുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പേറ്റി വെറും ചുമട്ടു തൊഴിലാളി. ഇതിനകത്ത് ജയറാമും തന്ത്രി, ഇപ്പോൾ തന്ത്രി SIT ചോദ്യം ചെയ്തിട്ടുണ്ട്, ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് ദിലീപിന് പറ്റിയതുപോലെ ജയറാം ചിലപ്പോൾ അകത്ത് പോയേക്കാം. അതായത് ഈ സാധനം ഈ പറയുന്ന കോടതി കടൽ കടത്തി എന്നുള്ളതിനകത്ത് തന്ത്രിയും മന്ത്രിയും ഈ പറയുന്നത് പോലെ ജയറാം ഒക്കെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.